നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 3 മന്ത് സ്റ്റഡി സ്ട്രാറ്റജിയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ നമ്മൾ ഏതൊക്കെ എടുത്തു? കേരള ജോഗ്രഫിയും അതുപോലെ കറണ്ട് അഫയേഴ്സ് ഡിസംബറിലെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഡേ 1 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം പോയി കാണുക, ശേഷം ഈ സെക്കൻഡ് ക്ലാസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്ത കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എടുത്തത്? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം തന്നെ അല്ലേ കിഴക്കോട്ടൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ടില്ലേ 3 നദികൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു അത്? അല്ലേ, കബനി, ഭവാനി, പാമ്പാറ്. ഓക്കെ, അപ്പോൾ അല്ലേ ഏതൊക്കെയായിരുന്നു? കബനി, ഭവാനി, പാമ്പാറ് അല്ലേ. അപ്പം മൂന്ന് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ നമ്മൾ പറഞ്ഞു, കബനി, ഭവാനി, പാമ്പാറ് അല്ലേ. പിന്നീട് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടിട്ട കാര്യങ്ങളാണ് പറഞ്ഞത്? എന്താണ് അല്ലേ, നമ്മുടെ കേരള ഭൂപ്രകൃതിയെ കുറിച്ച് പറഞ്ഞു അല്ലേ. കേരള ഭൂപ്രകൃതിയിലെ എത്രതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? മലനാട്, അതുപോലെ ഇടനാട്, അതുപോലെ തീരപ്രദേശം അല്ലേ. തീരപ്രദേശം, മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ. മലനാടാണെങ്കിൽ എങ്ങനെയാണ്? 75 സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരെയുള്ള ഭൂപ്രകൃതിയാണ് എന്ത് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. എന്നാൽ 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിലാണെങ്കിൽ എന്താണ്? ഇടനാടാണ്. എന്നാൽ 7.5 മീറ്ററിന് താഴെയാണെങ്കിലാണ് അത് എന്താ? തീരപ്രദേശം എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? കറക്റ്റ് അത് പഠിക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, പരസ്പരം മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? മലനാടാണ്. ഏറ്റവും കുറവ് ഭൂപ്രകൃതി ഏതാണ്? തീരപ്രദേശമാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? പെരിയാറിനെ പറ്റി പറഞ്ഞു അല്ലേ. പെരിയാറിന് അല്ലെ, പെരിയാർ നദിയെ പറ്റി പറഞ്ഞു. എന്താണ് പെരിയാറിനെ പറ്റിയിട്ട്? ഓക്കെ, പെരിയാറിനെ പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? എന്താണ് അല്ലേ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞു അല്ലേ. എത്രയാണ് ഇതിന്റെ ഒരു ദൈർഘ്യം എന്ന് പറഞ്ഞത്? നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ് അല്ലേ. 244 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാണ് ഉത്ഭവം? ശിവഗിരി മലയിൽ നിന്നാണ് അല്ലേ. പതനം എവിടെയാണ്? വേമ്പനാട്ട് കായലില്. പിന്നീട് അത് എങ്ങോട്ട് പോകുന്നു? അറബിക്കടലിലോട്ട് പോകുന്നു. ക്ലിയർ അല്ലേ? പിന്നീട് എന്താ പറഞ്ഞത് അല്ലെ, ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും കാണപ്പെടുന്നത് ഏത് നദിയിലാണ്? പെരിയാറിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട്, പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ പോഷക നദികൾ. പെരിയാറിന്റെ പോഷക നദികൾ അല്ലെ ഏതൊക്കെയായിരുന്നു അത്? അല്ലെ, അതിനൊരു കോഡൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അല്ലെ? കട്ടപ്പനയാറ്, അതുപോലെ കട്ടപ്പനയാറ്. പിന്നീട് അടുത്തത് ഏതാണ്? മുല്ലയാറ് അല്ലെ. മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, പെരുതുറയാറ്, ഇടമലയാറ്. ഇത്രയും പോഷക നദികൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതിനുള്ള കോഡൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞു അല്ലെ, വന്യജീവി സങ്കേതം, അതുപോലെ നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, കാവുകൾ, ഇവയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് വന്യജീവി സങ്കേതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? എന്താണ്? വന്യജീവി സംരക്ഷണം അല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളെ അല്ലെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സംരക്ഷിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് എന്താ? വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെരിയാറുണ്ട്, അതുപോലെ വയനാട് വന്യജീവി സങ്കേതമുണ്ട്, പേപ്പാറ. ഇതൊക്കെ എന്താണ്? വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെ, അതുപോലെ ഭൗമ സവിശേഷതകളെ കൂടി സംരക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നീട് അല്ലേ കമ്മ്യൂണിറ്റി റിസർവ് എന്താന്ന് പറഞ്ഞു അല്ലേ. കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ഓർത്തെടുത്തേ, മനസ്സിൽ ഓർത്തെടുത്ത് പറഞ്ഞേ. കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞാൽ അല്ലെ പൊതുജന പങ്കാളിത്തത്തോടെ അല്ലെ, പൊതുജന പങ്കാളിത്തത്തോടെ ഒരു ജൈവ വൈവിധ്യ മേഖലയെ സംരക്ഷിച്ചു പോരുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഒക്കെ എന്തിന് ഉദാഹരണമാണ് അല്ലെ? കമ്മ്യൂണിറ്റി റിസർവുകൾക്ക് ഉദാഹരണമാണ്. പിന്നീട് എന്താ പറഞ്ഞത്? എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിനെ പറ്റി പറഞ്ഞു അല്ലേ. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതൊക്കെയുണ്ട്? നമുക്കറിയാം ഇന്ത്യയിൽ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? പശ്ചിമഘട്ടമുണ്ട്, അതുപോലെ വടക്ക് കിഴക്കൻ ഹിമാലയം ഉണ്ട്, പിന്നെ എന്താണ്? ഇന്തോ ബർമ ഏരിയയിലുണ്ട്. ഈ മൂന്നെണ്ണമാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇന്ത്യയിലുള്ളത്. ഓക്കെ, പിന്നെ കാവുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. കാവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനവാസ മേഖലയിലുള്ള വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? കേരളത്തിന്റെ കടൽ തീരം അല്ലെ. കടൽ തീരവുമായി ബന്ധപ്പെട്ടല്ലേ 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽ തീരം എന്ന് പറഞ്ഞത്. കടൽ തീരമില്ലാത്ത 5 ജില്ലകളാണ് ഉള്ളത് അല്ലെ. ഏതൊക്കെയാണ് 5 ജില്ലകൾ? ഏതൊക്കെയാണ്? പാലക്കാടുണ്ട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, അതുപോലെ ഏതാണ്? കോട്ടയം. ഓക്കെ, ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം. ഓർത്ത് വെച്ചേക്കാം. പിന്നീട് അല്ലേ നമ്മൾ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അല്ലേ 5 ദേശീയോദ്യാനം ഉള്ളത്.
ആദ്യത്തേത് ഏതാണ്? ഇരവികുളമാണ്. ഏറ്റവും വലുതും ഏതാണ്? ഇരവികുളമാണ്. ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാമ്പാടും ചോലയാണ്. പിന്നീട് അല്ലേ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞു. സൈലന്റ് വാലി ഏതാ വർഷം? 1984 എന്ത് സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലേ? അങ്ങനെ 1985 അത് ഉദ്ഘാടനം ചെയ്തു അല്ലേ? ആരാണ് ഉദ്ഘാടനം ചെയ്തത്? രാജീവ് ഗാന്ധിയാണ് അല്ലേ? ഇത് പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടില്ലേ സിംഹവാലൻ കുരങ്ങുകളൊക്കെയാണ് എവിടെ? സൈലന്റ് വാലിയിൽ സംരക്ഷിച്ചു പോരുന്നത്. അങ്ങനെയാണെങ്കിൽ വരയാട് എവിടെയാണ്? ഇരവികുളത്താണ്. ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇങ്ങനെ റിവൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ. പിന്നീട് നമ്മൾ പറഞ്ഞു ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, അതുപോലെ പാമ്പാടും ചോല. ഈ മൂന്നെണ്ണം ഏതാ വർഷം? 2003 ഇതും കൂടി ഓർത്ത് വെച്ചേക്കണം. കാരണം ഇത് ഈ അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പാമ്പാടും ചോല അല്ലെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 2003 അല്ലെ. പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളായ ഏതൊക്കെ? ആനമുടി ചോല, മതികെട്ടാൻ ചോല, അതുപോലെ പാമ്പാടും ചോല. ഈ മൂന്നെണ്ണം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 2003 ഓർത്ത് വെച്ചേക്കുക, പഠിച്ചോളുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം അല്ലെ. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ. അപ്പൊ വന്യജീവി സങ്കേതത്തിലെ നമുക്കറിയാം എത്ര വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്? 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് അല്ലെ. അതിൽ ആദ്യത്തേതും അല്ലെങ്കിൽ വലുതും എന്നൊക്കെ പറഞ്ഞത് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. രണ്ടാം സ്ഥാനത്താണ് ആരുള്ളത്? വയനാട് വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം. ഓക്കെ. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അല്ലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലുതും പെരിയാർ ആണ്. ഈ രണ്ടാം സ്ഥാനത്താണ് ആരുള്ളത്? വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ് കേട്ടോ. എവിടെയാണത്? പാലക്കാടാണ്. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് എന്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കൂടാതെ അല്ലെ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ചാമ്പൽ മലയണ്ണൻ, അതുപോലെ നക്ഷത്ര ആമകൾ തുടങ്ങിയവ ഒക്കെ കാണുന്ന വന്യജീവി സങ്കേതം ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏതാണത്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ. അപ്പൊ എന്താണ്? ചാമ്പൽ മലയണ്ണൻ, അതുപോലെ നക്ഷത്ര ആമകൾ ഇവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം അല്ലെ. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതം അല്ലെ. കൊല്ലം ജില്ലയിലുള്ളതാണ് ശെന്തുരുണി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് എന്താണ്? ശെന്തുരുണി എന്ന് പറയുന്നത് എന്താണ്? ഒരു വൃക്ഷത്തിന്റെ പേരാണ്. അതുകൊണ്ടാണല്ലേ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ. ഏതാണത്? ശെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി നമ്മൾ പറഞ്ഞില്ലേ 18 വന്യജീവി സങ്കേതമാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ 18ാമതല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ. എവിടെയാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് ചോദിച്ചിട്ടുണ്ട്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 എണ്ണാണ്. ഇത് ചേഞ്ച് ആവൂട്ടോ. അപ്പൊ അതും കൂടി ലേറ്റസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ നിലവിൽ 18 എണ്ണാണുള്ളത്. അതിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ഏറ്റവും വലുത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പിന്നെ രണ്ടാം സ്ഥാനത്താണ് ഏതുള്ളത്? വയനാട് വന്യജീവി സങ്കേതം ഉള്ളത്. പിന്നീട് എന്താണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. പിന്നെ ചാമ്പൽ മലയണ്ണാൻ, അതുപോലെ നക്ഷത്ര ആമകൾ ഇവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇല്ലേ? ശെന്തുരുണി ഇല്ലേ? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് എന്താ? ശെന്തുരുണി എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം അല്ലെ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ട് ശരിയായത് എന്താണ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ആറളം വന്യജീവി സങ്കേതത്തിലെ കണ്ണൂർ ജില്ലയിലാണ് കാണപ്പെടുന്നത് അല്ലെ. അവിടെ എന്താണ്? പൂമ്പാറ്റകളുടെ ദേശാടനമൊക്കെ എന്താണ് ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടതൊക്കെ എവിടെയാണ് ചോദിച്ചാൽ ഈ ഒരു ആറളം വന്യജീവി സങ്കേതത്തിലാണ്.
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് എന്താണ്? ഈ ഒരു ആറളം വന്യജീവി സങ്കേതത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പൊ 2 പോയിന്റാണ് നമ്മൾ പഠിച്ചതില്ലേ? ആറളം വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട എന്താണല്ലേ? കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ അല്ലേ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നതും ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മൾ പഠിച്ചു അല്ലേ? ഏതാണ്? പെരിയാർ ആണ് അല്ലെ. 2ാം സ്ഥാനത്താണ് വയനാടുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടല്ല അല്ലെ. ഏതാണ്? പെരിയാർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ അല്ല കേട്ടോ. പെരിയാർ എന്തിന്റെ ഭാഗമല്ല? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമല്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം. ഓക്കെ, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഏതാണ്? പോത്തുകൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? പോത്തുകല്ലാണ്. പഠിച്ചു വെച്ചേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ അല്ലെ. തണ്ണീർമുക്കം ബണ്ട് എവിടെയാണ്? അല്ലെ, വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, ഉപ്പ് വെള്ളം അല്ലെ, ഉപ്പ് വെള്ളം എന്താണ് കയറി കൃഷിയൊന്നും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണയാണ് എന്തെന്ന് പറയുന്നത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ടതുണ്ട് അല്ലെ. എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ? അതിന്റെ ഒരു വർഷം ചോദിക്കാറുണ്ട്. 1955 ആണ് കേട്ടോ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. ഇതും സെയിം തന്നെയാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? വെള്ളപ്പൊക്കത്തെ അല്ലെ, ആലപ്പുഴ ജില്ലയെ എന്താണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടില്ല. കുട്ടനാട്ടിനൊക്കെ എന്താണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്താണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. തണ്ണീർമുക്കം ബണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണയാണ് അല്ലെ. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് കേട്ടോ. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജലവൈദ്യുത നിലയങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആദ്യം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ അല്ലേ, നമുക്കറിയാലേ പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം ഇതൊക്കെ എന്താണ്? ജലവൈദ്യുത നിലയങ്ങളാണ്. ഓക്കെ, ഇത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? മുതിരപ്പുഴയിലാണ് കേട്ടോ. അപ്പൊ മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത നിലയങ്ങളാണ് ഏതൊക്കെ? പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം. ഇതൊക്കെ എവിടെയാണ്? ഇടുക്കിയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? ഇടുക്കിയാണ്. അപ്പൊ പള്ളിവാസൽ, അതുപോലെ ചെങ്കുളം, നേര്യമംഗലം ഏതൊക്കെയാണ്? പഠിച്ചു പോവട്ടോ. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി അത് പഠിച്ചു പോവട്ടോ. വീണ്ടും ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് വേറെ സമയം കണ്ടെത്തരുത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ നോക്കാം നമുക്കല്ലേ. ഏതാണ്? പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം അല്ലെ. ഈ 3 ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മുതിരപ്പുഴ. ഇപ്പൊ തന്നെ പഠിക്കുക. ഏതൊക്കെയാണ്? പള്ളിവാസൽ ഉണ്ട്, ചെങ്കുളം ഉണ്ട്, നേര്യമംഗലം. ഏത് പുഴ? മുതിരപ്പുഴ. അടുത്തത് കുത്തുങ്കൽ. ഓക്കെ, അടുത്തത് ഏതാണ്? കുത്തുങ്കൽ. കുത്തുങ്കൽ ഏത് നദിക്ക് കുറുകെയാണ്? ഏത് നദിയിലാണ്? എവിടെയാണ്? പന്നിയാറിലാണ് കേട്ടോ. പന്നിയാർ നദിക്ക് കുറുകെയാണ് അല്ലെ കുത്തുങ്കൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കുത്തുങ്കൽ ജലവൈദ്യുത നിലയം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പന്നിയാറിലാണ് അല്ലെ. പന്നിയൊക്കെ കുത്താൻ വന്നു എന്നൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കട്ടോ. എങ്ങനെയെങ്കിലും നിങ്ങൾ അത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ പള്ളിവാസലും, ചെങ്കുളവും, നേര്യമംഗലവും ഈ 3 എവിടെയാണ്? മുതിരപ്പുഴ. പള്ളിവാസലും, ചെങ്കുളവും, നേര്യമംഗലവും എവിടെയാണ്? മുതിരപ്പുഴ. കുത്തുങ്കൽ എവിടെയാണ്? പന്നിയാറില്. ഓക്കെ, ഇനി ഇടുക്കി അല്ലെ. ഇടുക്കി ജലവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിലാണ് അല്ലെ. നമുക്കറിയാം അല്ലെ, ഇടുക്കിയിലൂടെ ഒഴുകുന്ന നദിയാണ് അല്ലെ പെരിയാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? പെരിയാറിലാണ്. പഠിച്ചു വെച്ചേക്കുക. അടുത്തത് പെരിങ്ങൽകുത്ത്, ഷോളയാർ. ഈ 2 കറക്റ്റ് ആയിട്ട് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പെരിങ്ങൽകുത്തിനെ പറ്റിയിട്ടൊക്കെ അല്ലെങ്കിൽ ഷോളയാറൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പെരിങ്ങൽകുത്ത്, ഷോളയാർ ഏത് നദിക്ക്? ചാലക്കുടി പുഴയാണ് കേട്ടോ. അപ്പൊ പെരിങ്ങൽകുത്ത് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ. അറിയാവുന്ന വിശ്വസിക്കുന്നില്ലേ. ചാലക്കുടി പുഴ എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ പെരിങ്ങൽകുത്ത് അതുപോലെ ഷോളയാറൊക്കെ ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ചാലക്കുടി പുഴയാണ്.
ഓക്കെ, തൃശ്ശൂരാണ്. ഏതൊക്കെയാണ്? പെരിങ്ങൽകുത്തും ഷോളയാറും. അടുത്തത് ശബരിഗിരി മണിയാറ്. ഓക്കെ, അടുത്തത് ഏതാണ്? ശബരിഗിരി മണിയാർ അല്ലെ. ശബരിമല അതൊക്കെ എവിടെയാണ്? നമ്മുടെ അല്ലെ പത്തനംതിട്ട ജില്ലയിലാണ് അല്ലെ. അപ്പൊ ഏത് നദി ഏതായിരിക്കും? പമ്പയാണ് അല്ലെ. പമ്പയാണ്. ഇത് ഏതാണ്? ജില്ല പത്തനംതിട്ട അല്ലെ. ഓക്കെ, അപ്പൊ ശബരിഗിരി മണിയാർ, മണിയാറും കൂടി ഓർത്ത് വെക്കട്ടോ. ശബരിഗിരിയും ഉണ്ട്, അതുപോലെ മണിയാറും. ഏത് നദിയാണ്? പമ്പയാണ്. എവിടെയാണ്? ജില്ല എവിടെയാണ് ചോദിച്ചാൽ പത്തനംതിട്ട. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലയാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി പറയാം അല്ലെ. പള്ളിവാസല്, ചെങ്കുളം, നേര്യമംഗലം. ഏതാണ് നദി? മുതിരമ്പുഴ അല്ലെ. ഏതൊക്കെയാണ്? പള്ളിവാസല്, ചെങ്കുളം, നേര്യമംഗലം മുതിരമ്പുഴയിലാണ്. എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. അതുപോലെ കുത്തുങ്കൽ എവിടെയാണ്? പന്നിയാർ നദിയാണ് കേട്ടോ. പന്നിയാറാണ് കുത്തുങ്കൽ അല്ലെ. പന്നിയാർ. ഇടുക്കി എവിടെയാണ്? പെരിയാർ നദിയിലാണ്. ഇടുക്കി ജലവൈദ്യുത നിലയം പെരിയാറിലാണ് അല്ലെ. പെരിങ്ങൽകുത്ത് ഷോളയാർ ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ അല്ലെ. ചാലക്കുടിപ്പുഴ എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. അവിടെയുള്ള ജലവൈദ്യുത നിലയമാണ് പെരിങ്ങൽകുത്തും ഷോളയാറും. പിന്നീട് അല്ലെ പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലാണ് എന്തൊക്കെയുള്ളത്? ശബരിഗിരിയും അതുപോലെ മണിയാറും. പഠിച്ചില്ലേ? നമുക്ക് ആ ക്വസ്റ്റ്യനോട്ട് വരാം. ക്വസ്റ്റ്യനോട്ട് വന്നു കഴിഞ്ഞാലേ, മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഇതെന്ന് താഴെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക അല്ലെ. നമ്മൾ പറഞ്ഞു മുതിരപ്പുഴയിൽ ഏതൊക്കെ ഉണ്ടെന്ന്. ഒന്ന് നിങ്ങൾ പറഞ്ഞേ. പള്ളിവാസൽ, ചെങ്കുളം ഉണ്ടോ? ഉണ്ടല്ലേ. നമ്മൾ പഠിച്ചില്ലേ പള്ളിവാസൽ, ചെങ്കുളം. പിന്നെ ഏതൊന്നുണ്ട്? നേര്യമംഗലം ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? പള്ളിവാസലും ചെങ്കുളം ഉണ്ട്. ഇത് കറക്റ്റ് ആണ്. പെരിങ്ങൽകുത്ത്, പന്നിയാറ് ഇവയുണ്ടോ? പെരിങ്ങൽകുത്തൊക്കെ നമ്മൾ എവിടെയാ പഠിച്ചത്? പെരിങ്ങൽകുത്ത് പന്നിയാർ എവിടെയാ? അത് ഓർമ്മയുണ്ടോ? പന്നിയാറല്ലേ കുത്തുങ്കലാണ്. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ. പന്നിയാറ് കുത്തുങ്കലാണ്. അപ്പൊ പെരിങ്ങൽകുത്ത് എവിടെയാണ്? പെരിങ്ങൽകുത്ത് ഷോളയാറൊക്കെ ഏതിലാണ്? ചാലക്കുടിപ്പുഴയിലല്ലേ. അപ്പൊ ഈ ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലേ. ഇത് തെറ്റാണ്. അടുത്തത് എന്താണ്? ശബരിഗിരി ഷോളയാർ. ശബരിഗിരി എവിടെയാണ്? അല്ലെ പത്തനംതിട്ടയിലാണ്. ഏത് നദിയാണ്? പമ്പയാണ് അല്ലെ. അപ്പൊ പത്തനംതിട്ട ഏതാണ്? ശബരിമലക്ക് ഏതാണ്? പമ്പയല്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. ശബരിഗിരിയും ശബരിഗിരി എവിടെയാണെന്ന് ചോദിച്ചാൽ പമ്പയിലാണ്. ഷോളയാർ എവിടെയാണ്? ചാലക്കുടി പുഴയാണ് അല്ലെ. അപ്പൊ ഇതും ഈ ഓപ്ഷനും തെറ്റാണ്. അടുത്തത് കല്ലട, മണിയാറ്. ഇത് എവിടെയാണ്? ഇതും പത്തനംതിട്ടയാണ് കേട്ടോ. അപ്പൊ ഇതും ഈ ആൻസറും തെറ്റാണ് അല്ലെ. അപ്പൊ ഏതാണ് മുതിരമ്പുഴയിലുള്ളത്? പള്ളിവാസലും ചെങ്കുളും ഓർത്ത് വെച്ചേക്കട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത്? ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് അല്ലെ. നമുക്കറിയാലേ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വനമുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആ ജില്ലകൾ ഏതൊക്കെയാന്ന് പറയാം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഓക്കെ, എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ നമ്മുടെ പാലക്കാട് ഉണ്ട് അല്ലെ. അതുപോലെ കോട്ടയം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇവയ്ക്കൊന്നും എന്തില്ല അല്ലെ. കടലില്ല അല്ലെ. കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? വയനാട്, അതുപോലെ പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്ന് പറയുന്നത്. ഓക്കെ, 5 ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്തത്. അത് സെപ്പറേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ച് നോക്കാം. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ മഴനിഴൽ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചേക്കുക എന്താണത്? ചിന്നാറാണ് അല്ലെ. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അപ്പൊ മഴനിഴൽ എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ എന്താണത്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉത്തരം കിട്ടും. എന്നാലും ബാക്കിയുള്ളതും കൂടി നോക്കാം. ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. ഓക്കെ, ഇവിടെ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ക്ലിയർ അല്ലേ? ഇനി ഇത് സ്ഥാപിതമായത് അല്ലെ, ഇത് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചാൽ 1984 ഇത് ഈ ഒരു വന്യജീവി സങ്കേതം അല്ലെ, ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് എന്നാണ് 1984. അപ്പൊ ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? ഓപ്ഷൻ എയിൽ ഇവിടെ പറയുന്നുണ്ട് ചിന്നാർ മൃഗ സംരക്ഷണ കേന്ദ്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് അല്ലെ? ഇതൊരു പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഏതാ വർഷം? 1984 ഏത് വന്നിട്ടുള്ളത്? ചിന്നാർ വന്യജീവി സങ്കേതം വന്നിട്ടുള്ളത്. അതുപോലെ അല്ലെ ഇവിടെ കാണപ്പെടുന്ന മൃഗം ഏതാന്ന് പറഞ്ഞു അല്ലെ. ഏതാണ്? ഭീമൻ അണ്ണാനുകളാണ് അല്ലെ. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ,
കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലയുടെ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയിലെ നമുക്ക് ആ ഒരു മേഖല എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കാം അല്ലേ, മുനിസിപ്പാലിറ്റികൾ കൂടുതൽ എവിടെയാണ്? മുനിസിപ്പാലിറ്റി കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുനിസിപ്പാലിറ്റി കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. ഓക്കെ, എറണാകുളം. ക്ലിയർ അല്ലേ? എറണാകുളത്താണ് മുനിസിപ്പാലിറ്റികൾ കൂടുതൽ. കുറവ് എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ, ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പോൾ മുനിസിപ്പാലിറ്റി കൂടുതൽ എവിടെയാണ്? എറണാകുളമാണ്. കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലേ ഗ്രാമപഞ്ചായത്തുകൾ ചോദിക്കാറുണ്ട് അല്ലേ. ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അല്ലെ മലപ്പുറം ജില്ലയിലാണ് അല്ലെ. മലപ്പുറം ജില്ലയിലാണ് ഒരുപാട് അല്ലെ എന്തുള്ളത് ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മലപ്പുറത്താണ്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കുറവ് എവിടെയാണ്? വയനാടാണ്. എന്നാൽ മുനിസിപ്പാലിറ്റി കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളമാണ്. കുറവാണ് ഇടുക്കി. മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഏതാണ്? ഗ്രാമപഞ്ചായത്ത് കൂടുതൽ എവിടെയാണ്? മലപ്പുറത്താണ്. അത് കുറവുള്ളത് വയനാടാണ്. ഓക്കെ, പിന്നെ മുനിസിപ്പാലിറ്റി കൂടുതലുള്ളത് എവിടെയാണ്? മുനിസിപ്പാലിറ്റി കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലും കുറവുള്ളത് എവിടെയാണ്? ഇടുക്കിയിലുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഏതാണ്? ശാസ്താംകോട്ടയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ടയാണ് അല്ലേ. വേമ്പനാട്ടുകായൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തടാകം ഏറ്റവും വലുത് തടാകം ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ടുകായലാണ്. ഓക്കെ, എന്നാൽ അത് ശുദ്ധജല തടാകം എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ശാസ്താംകോട്ടയാണ് അല്ലേ. പരസ്പരം മാറൂല. നമുക്ക് രണ്ട് ഭാഗത്ത് എന്തുണ്ട്? ഷാ ഉണ്ട് അല്ലേ. അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കട്ടോ. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വലുത് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും വേമ്പനാട്ടുകായലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ശുദ്ധജലം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ അല്ലേ ഷാ വെച്ചിട്ടാണ്. അപ്പം ഏതാണ്? ശാസ്താംകോട്ടയാണ് കേട്ടോ. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാൽ ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് കേട്ടോ. അപ്പം അത് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? അല്ലേ, എത്ര പ്രാവശ്യം ഇപ്പം അല്ലേ കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ, ഒരേ പാറ്റേണിലുള്ളത് തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എന്ത് ചെയ്യുക? ആ മേഖല നിങ്ങൾ ഊന്നി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലേ 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല. ഏതൊക്കെയായിരുന്നു അത്? പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പിന്നെ ഏതാണ്? കോട്ടയം അല്ലെ. ലാസ്റ്റ് ഏതാണ്? കോട്ടയം. ഇതിൽ ഏതൊക്കെയുണ്ട്? തൃശ്ശൂരുണ്ടോ? തൃശ്ശൂർ കടൽ തീരം ഉണ്ടല്ലേ. പിന്നെ കൊല്ലത്തും കടൽ തീരമുണ്ട്. കോട്ടയം അല്ലേ. ഓപ്ഷൻ സി ആണ്. കോട്ടയമാണ് എന്തില്ലാത്തത്? കടൽ തീരമില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഓപ്ഷനിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. അപ്പൊ കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വേറെ 2 എണ്ണം ഏതൊക്കെയുണ്ട്? ശബരിഗിരിയും അതുപോലെ മണിയാറും അല്ലേ. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ജലവൈദ്യുത പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് പഠിച്ചു പോകട്ടെ. ഏത് നദിയിലാണെന്നും അതുപോലെ ഏത് ജില്ലയിലാണെന്നും കൂടി അതിൻ്റെ കൂടെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിൽ പറഞ്ഞത്? ശബരിഗിരി അതുപോലെ മണിയാർ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു ഏത് പുതിയത്? കക്കാട് ജലവൈദ്യുത പദ്ധതി അല്ലേ. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയിലാണ്. ശബരിഗിരി മണിയാറൊക്കെ ഏത് നദിയാണ്? അല്ലേ, പമ്പയാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ശബരിഗിരി മണിയാർ ഏത് ജില്ലയാണ്? പത്തനംതിട്ട. അതുപോലെ ഷോളയാറ് പെരിങ്ങൽകുത്ത് എവിടെയാണ്? ചാലക്കുടി പുഴയാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. അടുത്തത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി അല്ലേ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ക്ലിയർ അല്ലേ? അടുത്തത് അല്ലേ പള്ളിവാസൽ, ചെങ്കുളം, കുത്തുങ്കൽ, നേര്യമംഗലം. ഈ 4 എണ്ണം എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പൊ പള്ളിവാസൽ, ചെങ്കുളം, കുത്തുങ്കൽ, നേര്യമംഗലം ഈ 4 എണ്ണം എവിടെയാണ്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് അല്ലെ. പള്ളിവാസൽ ഏത് നദിയാണ്? മുതിരമ്പുഴ അല്ലെ. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുല്ലേ. പള്ളിവാസലും അതുപോലെ ചെങ്കുളവും നേര്യമംഗലവും ഒക്കെ എവിടെയാണ്? മുതിരമ്പുഴയിലാണ്. അങ്ങനെയാണെങ്കിൽ കുത്തുങ്കൽ ഏത് നദിയിലാണ്? കുത്തുങ്കല്ലേ പന്നി കുത്താൻ വന്നൂലേ. ഏതാണ്? പന്നിയാറിലാണ് ഏതുള്ളത്? കുത്തുങ്കൽ ഉള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ.
കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഓക്കെ, എന്താണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു തെറ്റായത് എന്നത് അണ്ടർലൈൻ ചെയ്യണം. കാരണം നമ്മൾ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് വരുമ്പോൾ എന്താവും അല്ലേ, ശരിയായത് ചിലപ്പം ടിക്ക് ഇടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ, ഇവിടെ എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തെറ്റായതാണോ ശരിയായതാണോ എന്ന് ആദ്യം ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ചിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം ചെയ്യാൻ നേരത്ത് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഇവിടെ നമുക്ക് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ അല്ലെ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അപ്പൊ ഇടുക്കി ജലവൈദ്യുതവുമായി ബന്ധപ്പെട്ട അല്ലെ ഇതിന് സഹകരിച്ച രാജ്യം അല്ലെ, ഏതാണ് ആ രാജ്യം ചോദിച്ചാൽ കാനഡയാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. അതുപോലെ അടുത്തൊരു ഓപ്ഷൻ നോക്കാം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശരിയാണോ? നിങ്ങളിൽ ആദ്യത്തേത് കൺഫ്യൂഷൻ ആണെങ്കിൽ ശബരിഗിരി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എവിടെയാണ്, മലബാറിലാണോ, എവിടെയാണല്ലേ, പത്തനംതിട്ടയിലാണല്ലേ. ഓക്കെ, ശബരിഗിരി എവിടെയാണ്, പത്തനംതിട്ടയിലാണ്. അപ്പൊ അത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് കുറ്റ്യാടിയാണ് കേട്ടോ, കുറ്റ്യാടിയാണ്. ഓക്കെ, അപ്പൊ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കുറ്റ്യാടി അല്ലെ. അതെവിടെയാണ്, കോഴിക്കോടാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്, മണിയാറ്. ഓക്കെ, അതേതാണ്, കറക്റ്റ് ആണ്. അപ്പൊ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, മണിയാറാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് തെറ്റാണ് കേട്ടോ, മലബാറിലുള്ളതല്ല എന്ത് ശബരിഗിരി എന്ന് പറയുന്നത് അല്ലെ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്, കുറ്റ്യാടിയാണ് കേട്ടോ. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മണിയാറാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷിയിലെ എന്താണ് 680 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണല്ലേ. എത്രയാണ്, 780 മെഗാവാട്ട് ആണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. 780 മെഗാവാട്ട് ആണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന് നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കാനഡയാണ്. അതുപോലെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കുറ്റ്യാടിയാണ്. എവിടെയാണത്, കോഴിക്കോടാണ്. അടുത്തത് അല്ലെ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, മണിയാറാണ്. ഏതാണ്, മണിയാറാണ് കേട്ടോ. അപ്പൊ മണിയാർ എന്ന് പറയുന്നത് എന്താണ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് അല്ലെ, അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് എത്രയാണ്, 780 മെഗാവാട്ട് ആണ് കേട്ടോ, 780 മെഗാവാട്ട് ആണ്. അപ്പൊ അതിൽ ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയും തെറ്റുള്ളത്, 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, വീണ്ടും അല്ലെ ശരിയല്ലാത്തത് അല്ലെ. അപ്പൊ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻ നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏതാണ്, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം ആണോ. മലനാടിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, മല 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലെ. കേരള ഭൂപ്രകൃതിയെ മലനാടെന്നും ഇടനാടെന്നും അതുപോലെ തീരപ്രദേശമെന്നും അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ്, മലനാടാണ് അല്ലെ. 75 മീറ്ററിന് മുകളിലാണ് എന്ത്, മലനാട് എന്നുള്ളത് അല്ലെ. മലനാട് എന്ന് പറയുന്നത് ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്, തെറ്റാണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 7.5നും 75 മീറ്ററിനും ഇടയിലുള്ളത് ഏതാണ്, ഇടനാടാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മലനാടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കൂ, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം അല്ലെ. നമുക്കറിയാം മലനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് അല്ലെ, അവിടെ ഒരുപാട് മലകളും കുന്നുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലെ. അപ്പൊ എന്താണ്, ഈ ഒരു ഓപ്ഷന് ശരിയാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്, മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് അല്ലെ. ശരിയാണല്ലേ, നമുക്കെല്ലാം പല നദികളും എന്താണ് അല്ലെ, ഉയരമേറിയല്ലേ മലയുടെ മുകളിൽ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്താണ്, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, വനങ്ങളും അതുപോലെ കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞതാണ് എന്ത്, മലനാട് എന്ന് പറയുന്നത്. എന്താണ്, ഈ ഒരു ഓപ്ഷനും ശരിയാണ് അല്ലെ. അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അപ്പൊ തെറ്റുള്ളത്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ എ. കറക്റ്റ് അല്ലേ, എല്ലാം കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അല്ലെ. മഴനിഴൽ എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞു അല്ലെ. മഴനിഴൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, എന്താണത്,
എന്താണ് അതല്ലേ? ചിന്നാർ വന്യജീവി സങ്കേതമാണ് അല്ലേ? ഓപ്ഷൻ എ ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് എന്താ? ചിന്നാർ വന്യജീവി സങ്കേതം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ശരിയായ ജോഡികളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. മതികെട്ടാം ചോല അല്ലെ? മതികെട്ടാം ചോല എവിടെയാണ്? വയനാടാണോ അല്ലെ? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? പ്രധാന 3 ചോലകൾ ഉണ്ട് അല്ലെ? വന്യജീവി സങ്കേതത്തിലെ 3 ചോലകൾ ഏതൊക്കെയാണ്? അത് മതികെട്ടാം ചോല, അതുപോലെ പാമ്പാടും ചോല, പിന്നെ ആനമുടി ചോല അല്ലെ? ഈ 3 ചോലകളും എവിടെയാണ്? ഇടുക്കിയിലാണെന്ന് പറഞ്ഞു അല്ലെ? 2003 പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഈ 3 അല്ലെ? അപ്പൊ അത് എവിടെയാണ്? ഇടുക്കിയിലാണ് അല്ലെ? അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? തെറ്റാണ്. അടുത്തത് ഏതാണ്? പാമ്പാടും ചോല അല്ലെ? പാമ്പാടും ചോല എവിടെയാണ് അല്ലെ? ഇടുക്കിയാണ്. ഈ ഒരു ഓപ്ഷൻ എന്താണ്? ശരിയാണ്. ഓക്കെ, പാമ്പാടും ചോല എവിടെയാണ്? ഇടുക്കിയിലാണ്. അടുത്തത് ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ? എവിടെയാണത്? ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. കണ്ടോ? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ കണ്ടോ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾ PYQ തെരഞ്ഞ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യട്ടെ. നമുക്ക് മനസ്സിലാവും. റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ആ മേഖല കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? കണ്ണൂർ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? നമ്മൾ ഇപ്പൊ തൊട്ടടുത്ത് പറഞ്ഞു അല്ലെ? കരിമ്പുഴ വന്യജീവി സങ്കേതം അല്ലെ? എവിടെയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം? ഇവിടെ മലപ്പുറത്താണ് അല്ലെ? കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? മലപ്പുറമാണ്, കൊല്ലമല്ല. അപ്പൊ ഇതെന്താണ്? ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ശരിയായ ജോഡികളാണ് അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് ശരിയായത്? 2ഉം 3 അല്ലെ? ഇവിടെ 2ഉം 3 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. ഓപ്ഷൻ സി വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് അല്ലെ? നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? നിങ്ങൾ പറഞ്ഞേ, ഏതാണ്? ചാലക്കുടിപ്പുഴ അല്ലെ? തൃശ്ശൂർ ജില്ലയിലല്ലേ ചാലക്കുടിപ്പുഴ? തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിപ്പുഴയിലാണ് എന്തുള്ളത്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? ഇരവികുളമാണ് അല്ലെ? അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോല. നമ്മൾ പറഞ്ഞു അല്ലെ? ഏറ്റവും വലുത് ഇരവികുളവും, അതുപോലെ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോല. ഏതാ വർഷം? 2003 പാമ്പാടും ചോല അല്ലെ? പ്രധാനപ്പെട്ട പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, പിന്നെ ഏതാണ്? ആനമുടി ചോല അല്ലെ? ഈ 3 ചോലയും ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏതാ വർഷം? 2003. പഠിച്ചു വെച്ചേക്ക് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെ? ഏതാണ്? നമ്മൾ പറഞ്ഞല്ലേ ശാസ്താംകോട്ട അല്ലെ? കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഏറ്റവും വലുതല്ലേ? ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. അടുത്ത ക്വസ്റ്റ്യൻ. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം അല്ലെ? ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ 5 ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യും? 5 കറപ്പിക്കും അല്ലെ? അത് ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് എന്താണല്ലേ? കടൽ തീരമില്ലാത്ത 5 ജില്ലകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ, കടൽ തീരമില്ലാത്തത് 5 ജില്ലകളാണെങ്കിൽ കടൽ തീരമുള്ളത് എത്ര ഉണ്ടാവും? 14 5 കുറച്ചല്ലേ 9 കിട്ടും. ഓക്കെ, 14 ജില്ലകളുണ്ട്. അതിൽ നിന്ന് നമ്മുടെ 5 ജില്ലകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കടൽ തീരമുള്ള 9 ജില്ലകൾ കിട്ടും അല്ലേ? അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇങ്ങനെ കാണാപ്പാടം പഠിക്കാതെ അല്ലെ? ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ കണക്ട് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ പഠിക്കട്ടോ. അങ്ങനെ പഠിച്ചു പോവുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? എത്രയാണ്? 78 എണ്ണമാണ് കേട്ടോ ഉള്ളത്. എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എന്ന് വെച്ചാൽ എത്രയാണ്? 78 ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഫാക്ട്സ് ആണ്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ താലൂക്കുകളുടെ എണ്ണം അല്ലെ? താലൂക്ക് കേരളത്തിലാണ്. കേരളത്തിലെ താലൂക്കുകൾ എത്ര ഉണ്ട്? 78 താലൂക്കുകൾ ഉണ്ട് കേട്ടോ. 78 താലൂക്ക് ഉണ്ട്. ഓക്കെ, എന്നാൽ കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റികൾ ഉണ്ട്?
അല്ലേ? മുനിസിപ്പാലിറ്റികൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താലൂക്കിന് അല്ലേ, ഈ താലൂക്കിനെ പിടിച്ചത് തല തിരിച്ചിടുക. അതായത് 78ന് തല തിരിച്ചിട്ട് എന്ത് കിട്ടും? 87 കിട്ടും അല്ലേ? ഓക്കെ, ഓപ്ഷൻ അല്ല, ആൻസർ എന്താണ്? 87. ഓക്കെ, അപ്പൊ താലൂക്ക് 78 നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. 7, 8 അല്ലെ, 7, 8 അതാണ് താലൂക്ക് എന്ന് പറയുന്നത്. 78 താലൂക്കുകളുണ്ട്. ആ 78 താലൂക്കിന് നമ്മളൊന്ന് തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് മുനിസിപ്പാലിറ്റി കിട്ടും അല്ലെ? എത്രണ്ണായി? 87. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കട്ടോ. അപ്പൊ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? 87. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഓർത്തെടുത്തേ, മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ, എറണാകുളം ജില്ലയിലാണ് അല്ലേ? അപ്പൊ മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് അല്ലേ? ഏറ്റവും കുറവ് എവിടെയാണ്? ഏറ്റവും കുറവ് എവിടെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, എവിടെയാണ് ഏറ്റവും കുറവ്? ഇടുക്കി ജില്ലയാണ്. അതൊന്നും ഇതിന്റെ കൂടെ ഓർത്ത് വെക്കട്ടാ. അപ്പൊ താലൂക്കുകളുടെ എണ്ണം 78 നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. താലൂക്ക് 78. ഈ താലൂക്കിന് തല തിരിച്ചാലാണ് എന്ത് കിട്ടുന്നത്? മുനിസിപ്പാലിറ്റി കിട്ടുന്നത്. അത് എത്രയാണ്? 78ന് തല തിരിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 87. ക്ലിയർ അല്ലേ? അടുത്തതല്ലേ, നമ്മുടെ കേരളത്തിൽ എത്ര ബ്ലോക്കുകളുണ്ട്? 152 ബ്ലോക്കുകളുണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. 152 അല്ലെ, 152 ബ്ലോക്കുകളാണ് ഉള്ളത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്ന്. 152 ബ്ലോക്കുകളുണ്ട്. അടുത്തത് ഗ്രാമപഞ്ചായത്തുകളാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം അല്ലെ, ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. 941 പഠിച്ചു വെച്ചേക്കുക. എത്രയാണ്? 941. ഓക്കെ, ഇതിപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ എന്താണ് പാടായിരിക്കും പഠിക്കാനൊക്കെ. എന്ത് ചെയ്യാം, നിങ്ങളിത് പഠിക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ എന്ത് ചെയ്യണം? ചെറിയൊരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ചുമരുമ്പിലൊക്കെ ഒട്ടിച്ച് വെച്ച് പഠിക്കട്ടോ. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ എന്താണ് മനപ്പാടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരു പഠിച്ചാൽ വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ചെറിയ പേപ്പറിലൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന റൂമിലൊക്കെ ചുമരുമ്പിലൊക്കെ ഒട്ടിച്ച് വെക്കട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ പഠിക്കുക. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കട്ടോ. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, എത്ര? 87 അല്ലേ? 87 എങ്ങനെ കിട്ടിയത്? താലൂക്കാണ് ആദ്യം നമ്മൾ പഠിച്ചത്. 78 ആ താലൂക്കിന് തല തിരിച്ചിട്ട് മുനിസിപ്പാലിറ്റി കിട്ടി 87. ബ്ലോക്കുകളുടെ എണ്ണം 152 ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. അടുത്തത് റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? 27 കേട്ടോ. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? 27. നെക്സ്റ്റ് കോർപ്പറേഷൻ അല്ലേ, നമുക്കറിയാം 6 കോർപ്പറേഷൻ ആണ് കേരളത്തിലുള്ളത് അല്ലേ? 6 കോർപ്പറേഷനുകൾ. എത്രണ്ണാണ്? 6 എണ്ണം. എത്ര കോർപ്പറേഷൻ ആണ്? 6 എണ്ണമാണ് കേട്ടോ. അതും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നുകൂടി പറഞ്ഞേ, എത്രണ്ണാണ്? എത്ര താലൂക്കാണ്? താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 താലൂക്ക് അല്ലെ? 78 താലൂക്കാണ്. അത് തല തിരിച്ചിട്ടപ്പോൾ 87 മുനിസിപ്പാലിറ്റി ആയി. 152 എന്താണ്? ബ്ലോക്കുകളായി. 152 ബ്ലോക്കുകൾ. പിന്നല്ലേ ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണ്? 941 ഗ്രാമപഞ്ചായത്തുകൾ. പിന്നീട് എന്താ പറഞ്ഞത്? അല്ലെ, റവന്യൂ ഡിവിഷനുകൾ എത്രയാണ്? റവന്യൂ ഡിവിഷനുകൾ 27 റവന്യൂ ഡിവിഷനുകളാണുള്ളത്. അതുപോലെ കോർപ്പറേഷനുകൾ എത്രയാണ്? 6 കോർപ്പറേഷനുകൾ. ഓക്കെ, പഠിച്ചു വെച്ചേക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, തണ്ണീർമുക്കം ബണ്ടുമായി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലേ, വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? കറക്റ്റ് ആണല്ലേ? നമ്മൾ പറഞ്ഞു അല്ലേ, ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണയാണ് എന്ത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ശരിയാണ്. അടുത്ത ഓപ്ഷൻ എന്താ? തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാണോ? അല്ലല്ലേ, പരസ്പരം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ല. ഇത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ മാത്രമാണുള്ളത് കേട്ടോ. അപ്പൊ തണ്ണീർമുക്കം ബണ്ട് ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം, ഇതിന് രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്റർ ആയി കണക്കാക്കുന്നു. ഇതെന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ? ഇതിനെയാണല്ലേ ഈ തണ്ണീർമുക്കം ബണ്ടിനെ, ഈ വേമ്പനാട്ട് കായലിൽ, ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന, വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്ത് തന്നെ അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ്? ഏറ്റവും വലിയ മൺ റെഗുലേറ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? അല്ലെ, ഫസ്റ്റും തേർഡുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എവിടെയാണ് അല്ലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വാഴക്കുളമാണ് കേട്ടോ. എവിടെയാണ്? ഓപ്ഷൻ എ വാഴക്കുളമാണ്. അപ്പൊ ഇതും നമ്മുടെ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇങ്ങനെ അല്ലെ ഓരോ ഗവേഷണ കേന്ദ്രങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. റിപ്പീറ്റ് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഓക്കെ, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം അല്ലെ, എവിടെയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞത്? കണ്ണാറയാണ് കേട്ടോ. എവിടെയാണ്? കണ്ണാറ. പഠിച്ചു വെച്ചേക്ക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണാറയാണ്. അതുപോലെ തന്നെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം അല്ലെ, രണ്ട് സ്ഥലത്തുണ്ട്. ആനക്കയത്തുണ്ട്, അതുപോലെ മടക്കത്തറയും ഉണ്ട് കേട്ടോ. അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആനക്കയം ഉണ്ട്, അതുപോലെ മടക്കത്തറയും എന്താണ്? ഈ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഉണ്ട്. അപ്പൊ ഏത്തവാഴ എവിടെയാണ്? ഏത്തവാഴ കണ്ണാറയാണ് കേട്ടോ. ഏത്തവാഴ കണ്ണാറ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയം, അതുപോലെ മടക്കത്തറയും ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ് കേട്ടോ. ഏലം എവിടെയാണ്? പാമ്പാടും പാറയാണ്. അടുത്തത് ഇഞ്ചി അല്ലെ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അല്ലെ, ഇതെല്ലാവർക്കും അറിയുന്നു വിശ്വസിക്കുന്നു. ഇഞ്ചി എവിടെയാണ്? അമ്പലവയലാണ് അല്ലെ, വയനാട് ജില്ലയിൽ അല്ലെ, വയനാട് ജില്ലയിലുള്ളതാണ് അമ്പലവയൽ. അപ്പൊ എവിടെയാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? അമ്പലവയലാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ് കുരുമുളക് അല്ലെ, എവിടെയാണ്? പന്നിയൂർ അല്ലെ, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ്. ഓർത്ത് വെച്ചേക്ക. അടുത്തത് നെല്ലാണ്. നെല്ല് ഒന്ന് പ്രത്യേകം പഠിച്ചു വെച്ചേക്ക, ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. നെല്ല് എവിടെയാണ്? മങ്കൊമ്പ് ഉണ്ട്, അതുപോലെ കായംകുളം ഉണ്ട്, പട്ടാമ്പി ഉണ്ട്, അതുപോലെ വൈറ്റിലയുണ്ട്. ഓക്കെ, എവിടേക്കുണ്ട്? മങ്കൊമ്പ്, കായംകുളം അല്ലെ, ആലപ്പുഴയിലാണ്. അപ്പൊ മങ്കൊമ്പ്, കായംകുളം, അതുപോലെ പട്ടാമ്പി, വൈറ്റില, ഇവിടെയൊക്കെ എന്തുണ്ട്? നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എവിടേക്കാണ് നെല്ല് ഗവേഷണ കേന്ദ്രം? മങ്കൊമ്പും കായംകുളവും. അത് രണ്ടും എവിടെയാണ്? നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ പട്ടാമ്പിയും അതുപോലെ വൈറ്റിലയും ഇതിന്റെ കൂടെ ഓർത്ത് വെച്ചേക്കാം. അടുത്തത് കാർഷിക ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? മണ്ണൂത്തിയാണ് അല്ലെ. കാർഷിക ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? മണ്ണൂത്തിയാണ്. അതുപോലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചൂണ്ടലാണ്. ഓക്കെ, അപ്പൊ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചൂണ്ടലാണ്. ഇതുവരെ എടുത്ത് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അല്ലെ നമ്മൾ പറഞ്ഞു ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? ഏത്തവാഴ കണ്ണാറയാണ് അല്ലെ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ്. കശുവണ്ടി ആണെങ്കിലും എവിടെയൊക്കെയാ? രണ്ട് സ്ഥലത്താണുള്ളത്. ആനക്കയത്തുണ്ട്, അതുപോലെ മടക്കത്തറയുണ്ട്. ഓക്കെ, കശുവണ്ടി എവിടെയൊക്കെയുണ്ട്? ആനക്കയം ഉണ്ട്, മടക്കത്തറയുണ്ട്. ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാമ്പാടും പാറയാണ്. ഓക്കെ, അപ്പൊ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ്. ഇഞ്ചി ആണെങ്കിൽ എവിടെയാണ്? അമ്പലവയലാണ് അല്ലെ. ഇഞ്ചി എവിടെയാണ് ചോദിച്ചാൽ അമ്പലവയലാണ്. കുരുമുളക് എവിടെയാണ്? പന്നിയൂരാണ്. ഓക്കെ, കുരുമുളക് എവിടെയാണ്? പന്നിയൂരാണ്. നെല്ല് എവിടെയൊക്കെയുണ്ട്? മങ്കൊമ്പുണ്ട്, അതുപോലെ കായംകുളം ഉണ്ട്, പിന്നെ എവിടെയുണ്ട്? പട്ടാമ്പിയിലുണ്ട്, വൈറ്റിലയുണ്ട്. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചേക്കാം. എവിടെയൊക്കെയുണ്ട്? മങ്കൊമ്പുണ്ട്, കായംകുളം ഉണ്ട്, പട്ടാമ്പി ഉണ്ട്, വൈറ്റിലയുണ്ട്. ഇവിടെയൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ഉള്ളത്. അടുത്തത് കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണൂത്തിയിലാണ് കേട്ടോ. കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മണ്ണൂത്തിയിലാണ്. ലാസ്റ്റ് വൺ കാപ്പിയിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചൂണ്ടലാണ് കേട്ടോ. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ചൂണ്ടലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എല്ലതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദിവസം ചെല്ലുന്തോറും എന്താവും? നിങ്ങൾക്ക് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നിങ്ങൾ റെഡി ആയിട്ടിരിക്കാം. ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക അല്ലേ. നമ്മളെ കയ്യിലില്ലേ 3 മാസവും ഇല്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏപ്രിലും 10th ലെവൽ എക്സാമുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പം എന്ത് ചെയ്യുക? നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്